NSS SNDP ഐക്യത്തെക്കുറിച്ചാണ് ഇന്ന് ആദ്യം സംസാരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി സാമുദായിക സംഘടനകളായ NSSഉം SNDPയും ഐക്യത്തിലേക്ക് നീങ്ങുന്നു എന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ആദ്യം ഐക്യാഹ്വാനം നടത്തിയത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരുന്നു. ഹൈന്ദവ സംഘടനകൾ ഒന്നു ചേരേണ്ടതുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനെ പിന്തുണച്ചുകൊണ്ട് G. സുകുമാരൻ നായരും പിന്നാലെ എത്തി. ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്നായിരുന്നു അന്ന് G. സുകുമാരൻ നായരുടെ നിലപാട്. പക്ഷേ ഇന്ന് NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും ഈ ഐക്യം സംബന്ധിച്ച് അവർ ചർച്ച ചെയ്യുകയും ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. ഐക്യം പ്രായോഗികമല്ല എന്നായിരുന്നു ഇന്നത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനമെടുത്തത്. കാരണം മുൻപ് പലതവണ ഈ ഐക്യശ്രമം നടത്തിയെങ്കിലും പല കാരണങ്ങളാൽ അതെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ NSSന് കഴിയില്ല. അതുകൊണ്ട് ഒരൈക്യം പ്രായോഗികമല്ല എന്ന നിലപാട് ഡയറക്ടർ ബോർഡ് യോഗത്തിലെടുത്തു. അതിന് പിന്നാലെ തന്നെ വെള്ളാപ്പള്ളിയുടെയും G. സുകുമാരൻ നായരുടെയും പ്രതികരണങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഈ നീക്കത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നത് മുൻകൂട്ടി കണ്ടു എന്നാണ് G. സുകുമാരൻ നായരുടെ പ്രതികരണം. എന്തായാലും ഇത് വിശദമായി പരിശോധിച്ച ശേഷം ആ കുറിപ്പ് കണ്ട ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റേത്. ഇത് ഈ ഐക്യമുണ്ടായിക്കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാകും, ഗുണമുണ്ടാകും എന്ന് LDF CPM കണക്ക് കൂട്ടിയിരുന്നു. അത് അവിടെ നോക്കുമ്പോൾ ഒരു തിരിച്ചടിയാണ്. UDFനെ സംബന്ധിച്ച് ആശ്വാസമാണ്. കാരണം ഇവരുടെ ഐക്യം അത് വലിയ തിരിച്ചടിയാകുമെന്ന ആശങ്ക UDF ക്യാമ്പിനും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ ഐക്യ തീരുമാനത്തിൽ നിന്ന് NSS പിന്നോട്ട് പോയത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ദാവൂദ് സർ? എന്തുകൊണ്ടായിരിക്കും നാരായണൻ അദ്ദേഹം NSS ജനറൽ സെക്രട്ടറി ഒരു കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് എന്ന് സംശയിക്കുന്നു. അത് ആ കുറിപ്പിലില്ല, പിന്നീട് എന്ന പ്രതികരണത്തിലും ഈ ഇദ്ദേഹത്തെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ, രാഷ്ട്രീയക്കാരനായ മകനെയാണ് ഇതിനു വേണ്ടിയിട്ട് പറഞ്ഞയച്ചത്. പിന്നെ ആ കുറിപ്പിലുള്ളത് സമദൂരമാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ളതാണ്. ഇതിൽ ഞാനിത് ഈ ഐക്യാഹ്വാനം നടന്ന ദിവസം നമ്മളിത് ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഏതെങ്കിലും നിലക്ക് ബാധിക്കാൻ പോകുന്ന എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് അന്നേ തോന്നിയിട്ടില്ല. പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ NSS SNDP എന്ന് പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ, അത് നമ്മുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആ രണ്ട് സമുദായങ്ങളുടെയും അവരുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള പല ഇടപെടലുകൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ്. പക്ഷെ അതിലപ്പുറം കേരളീയ സമൂഹത്തെ ആകമാനം സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരവസ്ഥയിൽ ഇന്ന് രണ്ട് പ്രസ്ഥാനങ്ങളുമില്ല. പ്രത്യേകിച്ച് അതിൻ്റെ രണ്ടിൻ്റെയും നേതൃത്വം എന്ന് പറയുന്നത് നമുക്കറിയാം വയോധികരായ രണ്ടാളുകളാണ്. ഏതെങ്കിലും നിലക്ക് പുതിയ കാലം എങ്ങനെയാണ്, പുതിയ കാലത്തെ മനുഷ്യർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരെങ്ങനെയാണ് ഏതെല്ലാം സംഗതികളോട് ഏതെല്ലാം നിലക്കാണ് പ്രതികരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത രണ്ട് നേതാക്കന്മാരാണ്. അവർക്ക് കേരളീയ സമൂഹത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് NSSഉം SNDPയും യഥാർത്ഥത്തിൽ തന്നെ ഐക്യപ്പെട്ടാൽ അത് വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇനി യഥാർത്ഥത്തിലുള്ള ഐക്യം എന്നുള്ളത് സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ അതും സാധ്യമാകില്ല. കാരണം NSS ദീർഘകാലമായി NSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സാമ്പത്തിക സംവരണം എന്നുള്ളതായിരുന്നു. അത് അവർ നേടിയെടുത്തു കഴിഞ്ഞു. SNDP സാമ്പത്തിക സംവരണത്തിൽ സാമൂഹിക നീതി, സാമുദായിക സംവരണം എന്നുള്ള ആശയത്തിലായിരുന്നു. ഈ രണ്ട് ആശയത്തെ മുൻനിർത്തി രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവർ രൂപം കൊടുത്തിട്ടുണ്ട് 1974-75 കാലഘട്ടത്തിൽ. NSS NDP എന്ന് പറയുന്ന പാർട്ടിയും SNDP SRP എന്ന് പറയുന്ന പാർട്ടിയും. ഈ രണ്ട് പാർട്ടിയും രണ്ട് വ്യത്യസ്ത ആവശ്യങ്ങളുമായി രൂപപ്പെട്ടു. പക്ഷേ വിചിത്രമെന്നോണം K. കരുണാകരൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്രാഫ്റ്റ് കാരണവും രണ്ട് പാർട്ടിയും UDFലായിരുന്നു. പക്ഷേ 80കളുടെ ഒടുവിലാകുമ്പോഴേക്ക് ഈ രണ്ട് പാർട്ടികൾ ഇല്ലാതാവുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം അതുകൊണ്ട് NSS SNDP ഐക്യം, NSS SNDP അനൈക്യം എന്നുള്ളത് കേരളത്തിൽ പല തവണ വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് വലിയ ചലനങ്ങൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കാൻ അത് പോകുന്നില്ല. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇത് വാർത്തയായതെന്ന് ചോദിച്ചാൽ CPM ക്യാമ്പ് വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് അതിനെ കണ്ടത്. അതിൻ്റെ കാരണം അത് നമ്മൾ ഗോവിന്ദ മാഷ്ട പ്രതികരണത്തിൽ തന്നെ നമ്മളത് കണ്ടതാണ്. അതിൻ്റെ കാരണം CPM ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായി അവർ മുന്നോട്ട് വെക്കാൻ വിചാരിക്കുന്ന ഒരു സ്ട്രാറ്റജി, ഒരു ഹിന്ദു ഏകീകരണത്തിൻ്റെ രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഭൂരിപക്ഷ ഏകീകരണത്തിൻ്റെ രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിന് ഫ്യൂൽ ചെയ്യുന്ന സ്വഭാവത്തിൽ നിരന്തരം പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾ. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ പൊതുരംഗത്ത് സാധാരണഗതിയിൽ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ആരും തന്നെ ഉപയോഗിക്കാത്ത വാക്കുകളും പ്രയോഗങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം നിരന്തരം മുന്നോട്ട് പോകുന്നു. പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും CPMൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും കവചമൊരുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. അദ്ദേഹം ഇപ്പോഴും ഒരു ഗവൺമെൻറ് ബോഡിയുടെ അധ്യക്ഷനാണ്. നവോത്ഥാന സമിതി എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ബോഡിയുടെ അധ്യക്ഷനാണ്.
അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ യാത്ര, വിദ്വേഷം പരത്തിക്കൊണ്ടുള്ള യാത്രയുടെ ഒടുവിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം എന്നുള്ളതാണ്. നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം എന്ന് പറയുന്നത് എന്താണ്? അത് ആരെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? മുസ്ലിങ്ങളെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. അത് മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് ആവശ്യപ്പെടുകയാണ് ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഈ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് യഥാർത്ഥത്തിൽ CAA ലോജിക്കാണ്. CAA ലോജിക്ക് സെയിം ലോജിക്കാണ്. അതിൽ ആരെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? മുസ്ലിങ്ങളെ മാത്രം എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ് CAA എന്ന് പറയുന്നത്. ഇപ്പോൾ CAAക്കെതിരെ സമരം ചെയ്ത, CAAക്കെതിരെ വലിയ നിലപാടുകളും BGM ഇട്ട് നടന്ന ഒരു പാർട്ടി ഭരിക്കുമ്പോഴാണ് ആ പാർട്ടിയുടെ ആ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ അതേ CAA ലോജിക്ക് വെച്ചിട്ടുള്ള ഒരു സോഷ്യൽ ഫോർമേഷന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അങ്ങേറ്റം അപകടകരമായുള്ള കാര്യമല്ല. CAA അപകടകരമാണെന്നാണല്ലോ CPMൻ്റെ നിലപാട്. അതേ ലോജിക്ക് വെച്ചുകൊണ്ട് ഒരു സോഷ്യൽ ഫോർമേഷന് വേണ്ടി ആ സർക്കാരിന് കീഴിലുള്ള ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ നിരന്തരം വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളെ സംരക്ഷിക്കാനും അയാളെ പുകഴ്ത്തുവാനുമാണ് CPM എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അപ്പോൾ ആ ഒരു സംഗതിയും അത് വെള്ളാപ്പള്ളി നടേശനും CPMഉം മാത്രമുള്ള ഒരു ഇടപാടാണ് എന്ന ആ ഒരു പരിമിതിയിൽ തങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് NSS കൂടെ അതിൻ്റെ കൂടെ വരുന്നു. NSSൻ്റെ കൂടെ ഒരു ഐക്യം രൂപപ്പെടുന്നു പറയുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു സാധുത, ഒരു സാധൂകരണം, ഒരു പബ്ലിക് എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലാർജർ എൻഡോഴ്സ്മെൻറ്റ് അതിന് വരികയാണ് എന്നതാണ് CPMനെ സംബന്ധിച്ചുള്ള ആശ്വാസം എന്ന് പറയുന്നത്. അവർ കാണുന്ന, തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി അവർ കാണുന്ന ഈ മെജോറിറ്റേറിയൻ കൺസോളിഡേഷൻ, ഭൂരിപക്ഷത്തിൻ്റെ ഐക്യം എന്ന് പറയുന്ന ആശയത്തെ അത് കുറച്ചുകൂടെ ശക്തിപ്പെടുത്തും എന്നൊരു ആഹ്ലാദം അവരെ സ്വാഭാവികമായും പിടികൂടും. അതുകൊണ്ടാണ് അവർ അതിനോട് ആ നിലക്ക് പ്രതികരിച്ചത്. പക്ഷേ അത് നിലനിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും നടത്തിയുള്ള പത്രസമ്മേളനങ്ങൾ രണ്ടുപേരും ഒരേപോലെ എതിർത്ത ഒരാളുണ്ട്. അതാരാണ്? VD സതീശൻ. VD സതീശൻ്റെ വ്യക്തിപരമായ പുലഭ്യം പറയുന്നതിലാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ചു വന്നത്. അതെന്തിനായിരിക്കും എന്നുള്ളതാണ് വിചിത്രമായുള്ളത്. ഞാൻ മനസ്സിലാകും, സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വരും, UDF അധികാരത്തിൽ വരും എന്നൊരു നിശ്ചയം അദ്ദേഹത്തിനുണ്ടാകാം. അപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ചങ്ങായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്ന് കണ്ട് തന്നെ മാനിക്കാത്ത, തന്നെ മുമ്പിൽ കീഴടങ്ങാത്ത ഒരാൾ അങ്ങനെ അങ്ങ് ആവണ്ട എന്നുള്ള ഒരു ലക്ഷ്യം ഉന്നം വെച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ വേറെ ലക്ഷ്യമായിരിക്കും. വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ മറ്റ് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി യഥാർത്ഥം സംഭവിക്കുന്നത് കേരളത്തിൽ ഓഫ് കോഴ്സ് മത സാമുദായിക സംഘടനകൾക്ക് അവരുടേതായ റോളുണ്ട് എന്നത് ശരിയാണ്. അതേപോലെ തന്നെ ഒരു ലാർജർ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ കേരളത്തിലുണ്ട്. എല്ലാ മതങ്ങളിലും പെട്ട, എല്ലാ വിഭാഗങ്ങളിലും പെട്ട, എല്ലാ സമുദായങ്ങളിലും പെട്ട ഒരു സെക്യുലർ ഫാബ്രിക് എന്ന് പറയാവുന്ന ഒരു സെക്യുലർ ഡെമോഗ്രഫി എന്ന് പറയുന്ന സംഗതിയുണ്ട്. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതിൽ അവർക്കും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. എന്നല്ല, പലപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡിനെ നിശ്ചയിക്കുന്നത് അവരാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ, ആ ഒരു പോപ്പുലേഷനിൽ യഥാർത്ഥത്തിൽ VD സതീശനുള്ള സ്വീകാര്യത വർദ്ധിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ 2 പ്രമാണിമാരായിട്ടുള്ള സമുദായ നേതാക്കൾ തുടർച്ചയായ ദിവസങ്ങളിൽ ഒരു വ്യക്തിക്കെതിരെ പുലഭ്യം പറയുന്നു, നേർക്കുനേരെ പുലഭ്യം പറയുന്നു. അത് യഥാർത്ഥത്തിൽ ആർക്കാണ് അതിൻ്റെ അംഗീകാരം ലഭിക്കുന്നത്? VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിംഗ് ആണ് ഉയരുന്നത്. അപ്പോൾ അതുകൊണ്ട് NSS ഉദ്ദേശിച്ച കാര്യം എന്താണ്? അത് നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, വിപരീത ഫലമാണ് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും, തെരഞ്ഞെടുപ്പ് സഖ്യവുമായി ബന്ധപ്പെട്ട് നോക്കിയാലും, അല്ലെങ്കിൽ VD സതീശനെ ഒതുക്കുന്ന വിഷയമാണെന്ന് നോക്കിയാലും, ഏത് നിലക്ക് നോക്കിയാലും വർക്ക് ചെയ്യാൻ പോകുന്നൊരു സംഗതിയല്ല ഈ ഐക്യം എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് സുകുമാരൻ നായർ പിൻവാങ്ങിയതായിരിക്കാം ഒരു പക്ഷേ. ചിലപ്പോൾ ചില ആളുകൾ പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം NSS, SNDP അവർ ഒന്നിച്ചു നേർന്ന് ഒരു ലക്ഷ്യത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു പെർസെപ്ഷൻ, ഇപ്പോൾ LDFന് അനുകൂലമായ ഒരു പെർസെപ്ഷൻ രൂപപ്പെട്ടേക്കാമെന്ന് കരുതി കോൺഗ്രസിൻ്റെ തന്നെ നേതൃത്വം ഇടപെട്ടതായിരിക്കും. ആ ഒരു കോൺഗ്രസിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ വിജയമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എനിക്കറിയില്ല, ഒരു പക്ഷേ കോൺഗ്രസ് ആ നിലക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. വേറെ ചില ആളുകൾ തമാശ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, വെള്ളാപ്പള്ളി നടേശന് എന്താ പത്മഭൂഷണ അവാർഡ് കിട്ടി, നമുക്കത് കിട്ടിയില്ല. അപ്പോൾ മച്ചാടൊക്കെ നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ ട്രംപിനുണ്ടായ പ്രശ്നമുണ്ടല്ലോ, അതേമാതിരി. അപ്പോൾ കണ്ടില്ലേ, മധുറായി പൊക്കിക്കൊണ്ടുവന്നിട്ടും അവളെ പ്രസിഡൻ്റ് ആകാൻ സമ്മതിച്ചില്ല. ആ ഒരു സംഗതിയാണ് വർക്ക് ചെയ്തതെന്നും പറയുന്നുണ്ട്. ഗോഡ് നോസ്. ശരി.
രാവു, ഈ ഐക്യം സാധ്യമായിരുന്നുവെങ്കിൽ ഈ മുന്നണികളുടെ വോട്ട് ഷെയറിൽ, അതായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയറിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. എങ്ങനെയാണ് കാണുന്നത്? അല്ലെ, സമുദായ സംഘടനകളുടെ തലപ്പത്തെ വയോവൃദ്ധർ ഒരുമിച്ചുണ്ടാക്കുന്ന സഖ്യങ്ങൾ ആ നിലയ്ക്ക് സമ്പൂർണ്ണമായും സമുദായത്തെ സ്വാധീനിക്കുകയും അവരുടെ വോട്ടിനെ നിർണ്ണയിക്കുകയും ചെയ്യുന്നതൊക്കെ പറയുന്നത് ഒരു സ്വപ്നം മാത്രമാണ്. അതിനപ്പുറം പോയി എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്ത് ഒരു പക്ഷേ നേതൃത്വത്തിൻ്റെ പിടി ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുകയും ദുർബലമാക്കപ്പെടുകയും ചെയ്ത സംഘടനകളിലൊന്നും നോക്കിയാൽ NSS ആണ്. NSSൻ്റെ പെരുന്നയിൽ നിന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാകുന്നില്ല എന്ന് മാത്രമല്ല, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കഴിഞ്ഞ തവണ LDFനെ പിന്തുണച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചപ്പോൾ നാടൊട്ടുക്ക് അവരുടെ യൂണിയൻ്റെയും അല്ലെങ്കിൽ കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കണ്ടു, സമുദായത്തിൻ്റെ വഞ്ചകൻ എന്ന് വിളിച്ചുകൊണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്ക് ഒരു എന്താണ് അതിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, പിടുത്തം, ഒരു നേതൃത്വത്തിൻ്റെ പിടുത്തം വലിയ തോതിൽ അയഞ്ഞിട്ടുണ്ട്. NSSൻ്റെ ഒരു സമീപകാല ചരിത്രവും രാഷ്ട്രീയവും എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ പറയുന്ന നേതൃതലത്തിലിരിക്കുന്ന രണ്ട് മനുഷ്യർ അവരവരുടെ വ്യക്തിപരമായ ഈഗോയും താല്പര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രഖ്യാപിക്കുന്ന നയങ്ങൾ അതേപടി ഏറ്റെടുക്കാൻ തക്കവണ്ണം വിനീത വിധേയരായി നിൽക്കുന്നവരല്ല ആ സമുദായത്തിനകത്തുള്ളവർ എന്നുള്ള ബേസിക് സംഗതി അവിടെ നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, NSSന് SNDPക്ക് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരുമിച്ച് പോകാൻ കഴിയുന്നവരല്ല. അത് ഹിന്ദു സമുദായത്തിനകത്ത് ജാതി ശ്രേണിയുടെ സ്പേസിലെ എന്താ പറയുന്നത് ഇടങ്ങളെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുമിക്കാൻ കഴിയില്ല. ആ നിലയ്ക്കുള്ള അസ്പർശ്യത ഒരളവോളം അതിനിടയ്ക്ക് നിൽക്കുകയാണ്. ഒരു സമുദായം ഞങ്ങൾ ഇവിടുത്തെ ഒരു അപ്പർ ക്ലാസ് ആണ്, ഞങ്ങൾ ഇവിടുത്തെ ഒരു അപ്പർ ക്ലാസ് കക്ഷികളാണ്, ആ നിലയ്ക്കുള്ള പ്രിവിലേജ് ഞങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കുന്നവരും മറ്റുള്ളവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൂടുതൽ സ്പേസ് ഞങ്ങൾക്ക് വേണം സംവരണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിൽ വേണം എന്ന മുദ്രാവാക്യത്തിൽ ഊന്നി പ്രവർത്തിക്കുന്നവരുമൊക്കെയാണ്. അപ്പോൾ സംവരണം പോലെയുള്ള കോർ ആശയങ്ങൾക്ക് മേലെ തന്നെ രണ്ട് അഭിപ്രായങ്ങളുള്ള രണ്ട് സംഘങ്ങൾ, അവർക്ക് എങ്ങനെയാണ് യോജിക്കാൻ പറ്റുക? ഇന്ത്യൻ ജാതി സമവാക്യങ്ങളുടെ രാഷ്ട്രീയം എടുത്ത് നോക്കുക, യോജിക്കാൻ പറ്റുമോ? അത് പോസിബിളായ കാര്യമല്ല. ആൻഡ് 50s വരാൻ ശ്രമിച്ചിട്ടുണ്ട്, 60 ശേഷം പിന്നെയും ശ്രമിച്ചിട്ടുണ്ട്, 2012, 2015, 2025 ഇത് വല്ലതും വിജയിച്ചിട്ടുണ്ടോ? വലിയ മുദ്രാവാക്യം. ഇപ്പോഴത്തെ ഐക്യം എന്ന് പറയുന്നത് ഇവർ അങ്ങോട്ടൊരു ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കുകയും ചെയ്തില്ല. ഐക്യം ഉണ്ടാക്കാമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു, നോക്കാമെന്ന് ഇപ്പുറത്തുനിന്ന് സുമാരനാഥൻ പറഞ്ഞു. അല്ലാതെ ഇതിന് മുമ്പ് ഇവർ വളരെ സീരിയസ് ആയിട്ടിരിക്കുകയും ഒരു സോൾഡ് ആയിട്ടുള്ളൊരു പരിപാടി ഉണ്ടാക്കി പേപ്പർ ഉണ്ടാക്കി ഞങ്ങൾ ഇന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോവാണെന്ന് പറഞ്ഞു. പക്ഷേ പാതിയിൽ അത് വിജയിച്ചില്ല. അപ്പോൾ അതിന് മുന്നോട്ട് ഒരുമിച്ച് പോകാൻ കഴിയാത്ത തരത്തിലുള്ള സംഘടനാ താല്പര്യങ്ങൾ, അതിൻ്റെ സംസ്കാരപരമായ വ്യത്യാസങ്ങൾ എന്നീ പ്രശ്നങ്ങളെത്തുണ്ട്. അതുകൊണ്ട് അതങ്ങനെ പോവില്ല. എന്ന് മാത്രമല്ല, ഈ സമീപകാലത്തെ ഈ ഐക്യ നിർദ്ദേശങ്ങൾ മുഴുവൻ ഉയർന്നു വന്നിട്ടുള്ള എപ്പോഴാണ്? ഇലക്ഷന് തൊട്ട് മുമ്പാണ്. അതൊരു ഇലക്ഷൻ പ്രോജക്റ്റായിട്ടാണ് എപ്പോഴും വരിക. കാരണം ഇലക്ഷൻ കഴിഞ്ഞാൽ അതിനെ ജീവിക്കാൻ കഴിയില്ല. ഇതിനകത്ത് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഈ ഐക്യ സന്ദേശത്തോട് വളരെ പെട്ടെന്ന് സുകുമാരൻ നായർ ഓക്കെ പറയുകയും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പിൻവാങ്ങുകയും ചെയ്തു വെച്ചാൽ നമുക്ക് പല കാരണങ്ങൾ കണ്ടെത്താം. ഒന്നാമത്തെ ഓഫ് കോഴ്സ് അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വന്നത് CPM ആണ്. വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദു സമുദായത്തിനകത്ത് ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഈഴവ സമുദായത്തെ മൊത്തം വാരി പിടിച്ച് CPMന് അനുകൂലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. CPMന് അനുകൂലമാക്കി ആ വഴിയോടെ ലെഫ്റ്റ് എടുത്ത് നേരെ തിരിഞ്ഞ് റൈറ്റ് തിരിഞ്ഞ് എവിടെ കയറി പോകണം, മോനെയും കൊണ്ട് NDA അതുവഴി പോകണം. അതിൻ്റെ പ്ലാൻ അതാണ്. ഇപ്പോൾ ഇതുവഴി CPMൻ്റെ അവിടെ അങ്ങാടിയൊരു സഹായം, ആ അങ്ങാടി കഴിഞ്ഞ് റൈറ്റ് എടുത്ത് നേരെ എങ്ങോട്ട് പോകണം, നേരെ BJP RSS ആ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ NSS കൂടി വന്ന നേരത്തെ ദാസോയി പറഞ്ഞാൽ അത് ഭയങ്കര ഗുണമാണ്, സന്തോഷമുള്ള കാര്യമാണ്. ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവുക, ഹിന്ദു ഒരു മെജോറിറ്റിയുടെ കൺസോൾട്ടേഷൻ ഉണ്ടാകുക നമുക്ക് ഗുണമാണെന്ന് CPM വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ NSSനകത്ത് സ്വാഭാവികമായിട്ട് ആലോചിക്കുമല്ലോ, അങ്ങനെ നമ്മൾ അവരുടെ കൂടെ കൂടിയുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്? കോൺഗ്രസിനകത്താണെങ്കിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റിയ ആളുകളുണ്ട്. നമ്മൾ പറയുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിനകത്തു നിന്നുള്ള ആളുകൾ തന്നെ മുഖ്യമന്ത്രിയായി വരും. ഏറ്റവും കുറഞ്ഞത് രമേശ് ചെന്നിത്തല വരും, അതുമല്ലെങ്കിൽ ആര് വരും? VD സതീശൻ അല്ലെങ്കിൽ ഉറപ്പായും വരും. നമ്മളെന്തിനാണ് അതിനകത്ത് കോംപ്രമൈസ്? എന്തിനാണ് നമ്മളെന്തിനാണ് VD സതീശനെ ചീത്ത വിളിക്കുന്നത്? നമ്മളെന്തിനാണ് രമേശ് ചെന്നിത്തലയുടെ പാർട്ടിയെ ചീത്ത വിളിക്കുന്നത്? കോൺഗ്രസ് വരില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് നമ്മൾ CPMനെ പിന്തുണച്ചാൽ കോൺഗ്രസ്സാണ് വരുന്നതെങ്കിലോ നമുക്കുള്ള നഷ്ടം എന്തായിരിക്കും? നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രിപ്പുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടി നമുക്കൊരു സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടി, ഈ മൂഡ് അതിൻ്റെ ഡയറക്ടർ ബോർഡിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതൊരു ഘടകമായിരിക്കാം പിന്മാറാൻ. നമുക്കൊരു ലാഭവുമില്ലാത്ത ഈ കളിയിൽ നിന്ന് കൊടുക്കുന്നത് എന്തിനാണ്? VD സതീശനോട് സുകുമാരൻ നായർക്ക് വ്യക്തിപരമായ ഈർഷ്യയുണ്ടെങ്കിൽ അതിന് എൻറ്റയർ പ്രസ്ഥാനത്തെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടെന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ട് അതിനകത്തുണ്ട്. നമുക്ക് NSSൻ്റെ ഡയറക്ടർ ബോർഡിനകത്തിരിക്കുന്ന നല്ല വിഭാഗം ആൾക്കാർ കോൺഗ്രസ് അനുഭാവികളാണ്. അപ്പോൾ നമ്മൾ ഈ കളിക്ക് എന്തിന് നിൽക്കണം? നമുക്ക് എന്താണ് ലാഭം? എന്താണ് ലാഭം? വെള്ളാപ്പള്ളി അതിനകത്ത് ചെയ്തില്ല. വെള്ളാപ്പള്ളിക്ക് പല ലാഭങ്ങളുണ്ട്. നമുക്കുള്ള ലാഭം എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല എന്ന കാര്യം ആലോചിക്കണം. പിണറായി വിജയനെ കാണാൻ ഗസ്റ്റ് ഹൗസിൽ അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് NSS ജനറൽ സെക്രട്ടറിക്ക്. ഉമ്മൻചാണ്ടി അടക്കം NSS ആസ്ഥാനത്ത് വരുമായിരുന്നു, അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ആ വ്യത്യാസം നമ്മൾ തന്നെ ഈ കളിക്ക് നിൽക്കുന്നത് സ്വാഭാവികമായിട്ട് ആലോചിക്കുമല്ലോ. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് സ്വാഭാവികമായിട്ടും അവരുമായിട്ട് ഒരു ആലോചന കൂടിയാലും നടത്തുകയോ അവരുടെ മുന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫോർമുലാസ് വെക്കുകയോ അവരെ ഡീൽ ചെയ്തിട്ടുണ്ടാവണം. ഡീൽ ചെയ്താൽ തന്നെയും ഈ ഏകീകരണം നമുക്ക് തിരിച്ചടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് കോൺഗ്രസ് പരമാവധിയിൽ പണിയെടുത്തതിൽ പക്ഷേ അവരെ പിന്തിരിപ്പിച്ചും കാണാം. ആ ഘടകം അതിനകത്തുണ്ട്. മൂന്നാമത്തെ കാര്യം ചോദിച്ചാലേ, ഇപ്പോൾ ഇതിനകത്ത് വെള്ളാപ്പള്ളി NSS ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട്, രാഷ്ട്രീയമായ ചില താല്പര്യങ്ങളാണ് ഇതിനകത്ത് പ്രവർത്തിച്ചത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ആ രാഷ്ട്രീയ താല്പര്യം എന്താണ്?
ഈ സമുദായ ഐക്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ ഞങ്ങളോട് അനുമതി ചോദിച്ചു. അനുമതി കൊടുത്തില്ല അദ്ദേഹം പറയാണ്. അതിനാണ് തുഷാർ വെള്ളാപ്പള്ളി വരുന്നത്. തുഷാർ വെള്ളാപ്പള്ളി BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം വരുന്നത് എന്തിനാണ്? അദ്ദേഹം വരുന്നത് BJPക്കും RSSനും സഹായകരമായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതാണോ വെള്ളാപ്പള്ളിയുടെ മനസ്സിൽ? അങ്ങനെ ഞങ്ങളില്ല. NSS ജനറൽ സെക്രട്ടറി ശ്രദ്ധിക്കണം, അദ്ദേഹം RSSനും BJPക്കുമെതിരെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് എപ്പോഴും പറഞ്ഞിട്ടുള്ള ആളാണ്. പരസ്യമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പമ്പ നദിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ നദി എന്തുമാത്രം മലിനമായിട്ടാണ് ഒഴുകുന്നത്. അദ്ദേഹം കടന്ന വാക്കുകൾ ഉപയോഗിച്ചു. BJP എന്താണ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം BJPയെ തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ BJPയുടെ രാഷ്ട്രീയത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനം ഉണ്ടാക്കി ഉരുട്ടിക്കൊണ്ട് വരുന്ന പരിപാടിയാണോ? അതിന് നമ്മൾ നിന്ന് കൊടുക്കണം എന്ന് ആലോചിക്കും. ഇന്നിപ്പോൾ ശരിയാണ്, ഇപ്പോൾ പത്മ പുരസ്കാരം കിട്ടാത്തതിലുള്ള ഈഗോ അല്ല. പത്മ പുരസ്കാരം വെള്ളാപ്പള്ളി നടേശന് കൊടുക്കുന്നു. പത്മ പുരസ്കാരം കേരളത്തിലെ CPIM-നകത്തെ ഈഴവ സമുദായത്തിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട നേതാവായ VS അച്യുതാനന്ദന് കൊടുക്കുന്നു. അങ്ങനെ ഒരു സാധനം BJP സെറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. BJPയുടെ പ്ലാൻ അതാണ്. ആ പ്ലാനിനകത്ത് ഒരു കാര്യമില്ലാതെ നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവരുടെ ഉദ്ദേശം അടിസ്ഥാനപരമായി കേരളത്തിൽ BJPയുടെ കടന്നുവരവ് ഉറപ്പാക്കാൻ ആവശ്യമുള്ള ഒരു വലിയ ഒരു ലാർജർ പ്ലാൻ വർക്ക് ചെയ്യുകയാണ്. അതിനകത്തേക്ക് നമ്മൾ ഇതിനകം നിൽക്കുന്നത് ഒരു കാര്യമില്ലാതെ, കഴിഞ്ഞ ദിവസം ഒരു കോൺടാക്റ്റും ഇല്ലാതാണ് സുകുമാരൻ നായർ വാർത്താസമ്മേളനം നടത്തി ഐക്യമാകാമെന്ന് പറയുകയും സതീശനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് സ്ട്രാറ്റജിക്കലി മണ്ടത്തരമാണ്. അതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്ന ആൾ വെള്ളാപ്പള്ളി മാത്രമാണ്. നമുക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്നവർ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിയുന്ന പോയിന്റിൽ പിൻവാങ്ങാം. ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സുകുമാരൻ നായർ തന്നെയും ഡയറക്ടർ ബോർഡിൽ ഒരു പ്രമേയം വെച്ച് നമുക്കിത് പാസ്സാക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നൊരു കുറിപ്പ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു മണ്ടൻ തീരുമാനം. കോൺഗ്രസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത അതിനകത്തുണ്ട്. രണ്ടാമത് നമുക്ക് ഒരു ഗുണം ഉണ്ടാക്കാൻ പോകുന്ന ഈ പണിക്ക് നിൽക്കരുന്ന ഡയറക്ടർ ബോർഡിലെ ഭൂരിപക്ഷ ആൾക്കാർ അഭിപ്രായം നേരത്തെ പറയുകയും ആ കമ്മ്യൂണിക്കേഷൻസ് ശ്രീ നായർക്ക് കിട്ടിയിട്ടുണ്ടാവണം. ആൻഡ് ഫൈനലി ഇതിൻ്റെ മൊത്തം BJP പ്രോജക്റ്റിനോട് നമ്മൾ പൂർണ്ണമായും സഹകരിച്ചാൽ അത് കൊലയുടെ മൊത്തം പോലും അതിനകത്ത് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പല ഘടകങ്ങൾ പ്രവർത്തിച്ചിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും NSSനെ ഒരു സംഘടന നിലയ്ക്ക് ആ സംഘടന അസ്തിത്വത്തിന് അതിന് അധികാര ബന്ധം പ്രധാനമാണ്. അതിൻ്റെ വാക്കിന് വില വേണമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അവരെടുത്തിട്ടുള്ള ഇതിൻ്റെ നൈതികതയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു സംഘടന നിലയ്ക്കുള്ള അതിൻ്റെ സ്ട്രാറ്റജിക് ഡിസിഷനിൽ അവരെടുത്തിട്ടുള്ള മികച്ച തീരുമാനമാണിത്. കാരണം ഇതിനകത്ത് വെള്ളാപ്പള്ളിയാണ് ഈ പ്രോജക്റ്റിൻ്റെ ഓണർ. അതിൻ്റെ കൂടെ പോകുന്നാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. അവർ മാറി നിൽക്കുകയും അവരുടെ ആ ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി നിലനിർത്തുകയും ചെയ്യുന്നതാണ് അവർക്ക് ഗുണം. അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂവും ഒരു വില എവിടെയും കിട്ടാൻ പോകുന്നില്ല. ആ തീരുമാനം അവരെടുത്തത് ബുദ്ധിപരമാണെന്നാണ് ഞാൻ പറയുക. ശരി, എന്തായാലും ഐക്യമുണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് LDFനെ സംബന്ധിച്ച് വലിയ നിരാശയും UDFനെ സംബന്ധിച്ച് വലിയ ആശ്വാസവും നൽകുന്നത് തന്നെയാണ്. ഈ അറിയേണ്ടത് എന്തായിരിക്കും വെള്ളാപ്പള്ളിക്ക് പറയാനുള്ളത് എന്നാണ്.